സമാധാന ചർച്ചകളിൽ അമേരിക്കയുടെ പ്രധാന ഉപാധിയെ അംഗീകരിക്കില്ലെന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ യുറേനിയം സ്റ്റോക്കുകൾ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്നതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. എന്നാൽ അതിന് ഇറാൻ ഒരു തരത്തിലും ഒരുക്കമല്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം വിദേശ രാജ്യത്തേക്ക് അയക്കരുത് എന്ന് പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള മുജ്തബ ഖാംനായി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരം. അതെങ്ങനെയാകും സമാധാന ചർച്ചകളെ ബാധിക്കുക? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ ആയുധഗ്രേഡ് യുറേനിയം വിദേശത്തേക്ക് അയക്കരുത് എന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ്. അതായത് സമാധാന ചർച്ചകളിലെ US ഉന്നയിച്ച പ്രധാന ആവശ്യത്തെ അംഗീകരിക്കില്ല എന്നാണ് ഇറാൻ പറഞ്ഞുവെക്കുന്നത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈവശം വയ്ക്കാൻ അമേരിക്ക അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ലഭിച്ചാൽ അത് നശിപ്പിച്ചു കളയുമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. പിന്നാലെയാണ് അതിനെ തള്ളുന്ന ഇറാന്റെ നിലപാട് സംബന്ധിച്ച പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത് എന്നതാണ് ശ്രദ്ധേയം. ട്രംപിനേക്കാളേറെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനാണ് ഇറാന്റെ യുറേനിയം സംബന്ധിച്ച് പിടിവാശിയുള്ളത്. ആണവായുധം നിർമ്മിക്കാൻ സാധിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ഇറാനിൽ നിന്ന് പുറത്തെത്തിക്കണമെന്ന നെതന്യാഹുവിന്റെ ഏറെക്കാലമായുള്ള ആവശ്യമാണ്. അതിന്റെ ഭാഗമായുള്ള സമ്മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഏത് സമാധാന കരാറിലും ഇത് സംബന്ധിച്ച ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തുമെന്ന് ട്രംപ് ഇസ്രായേലിനും വാക്ക് നൽകിയിട്ടുണ്ട്. ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതി ഇറാനില്ല എന്ന് അവർ പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണെങ്കിലും ഇസ്രായേലിന് ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എക്കാലത്തും ഒരു പേടി സ്വപ്നമാണ്. ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയടക്കം നടപ്പിലാക്കുന്നതിന് ഇറാനാണ് ഇസ്രായേലിന് മുന്നിലുള്ള ഏക ഭീഷണി. അതിനാൽ അവരുടെ കൈവശം ഒരു ആണവായുധം ഉണ്ടാകുകയോ അതിനുള്ള ഏതെങ്കിലും സാധ്യത ബാക്കി നിൽക്കുകയോ ചെയ്യുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. ആ ആശങ്കയെ കൂടി ഇല്ലാതാക്കാനാണ് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ പക്കലിൽ നിന്ന് മാറ്റാൻ പഠിച്ച പണി 18 ഇസ്രായേൽ പയറ്റുന്നത്. ഇറാനിലെ സമ്പുഷ്ടമായ യുറേനിയം നീക്കം ചെയ്യുന്നത് വരെയും മേഖലയിലെ സായുധ സംഘങ്ങളുടെ പിന്തുണ അവസാനിപ്പിക്കുന്നത് വരെയും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ ഇല്ലാതാക്കുന്നത് വരെയും യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ വാദം. അതായത് ഇറാന്റെ സൈനിക ശേഷിയെ ആകെ ഇല്ലാതാക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം. അതിനായാണ് ട്രംപിനെ മുൻനിർത്തി ഇസ്രായേലിന്റെ കളികളെല്ലാം. പക്ഷേ പുതിയൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആഗ്രഹ സാക്ഷാത്കാരത്തിന് തങ്ങളെ കിട്ടില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് യുറേനിയം വിദേശത്തേക്ക് അയച്ചാൽ ഇറാൻ ദുർബലമാകുമെന്നാണ്. അതിനാലാകാം പരമോന്നത നേതാവും ഇങ്ങനെയൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. നിലവിൽ അസ്ഥിരമായൊരു വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെങ്കിലും അതിൽ വലിയ വിശ്വാസമൊന്നും ഇറാൻ ഭരണകൂടത്തിനില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക വ്യോമാക്രമണങ്ങൾ പുനരാരംഭിച്ചേക്കുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഇറാൻ സമാധാന കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ടെഹ്റാനിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ US തയ്യാറാണെന്ന് ബുധനാഴ്ച ട്രംപ് പറഞ്ഞതെല്ലാം അവർ ഗൗരവമായി തന്നെയാണ് കാണുന്നത് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധത്തിന് സ്ഥിരമായ ഒരു അന്ത്യം കുറിക്കുകയും USഉം ഇസ്രായേലും കൂടുതൽ ആക്രമണങ്ങൾ നടത്തില്ലെന്ന് വിശ്വസനീയമായ ഉറപ്പ് നൽകുകയും ചെയ്യുക എന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം. അത്തരം ഉറപ്പുകൾ നിലവിൽ വന്നതിന് ശേഷം മാത്രമേ ഇറാൻ ആണവ പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാകൂ എന്നും അവർ നേരത്തെ എടുത്ത നിലപാടാണ്. എന്നാൽ അതിലൊരു സമവായത്തിലെത്താൻ അമേരിക്ക ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.